വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ഡമ്പൽ വർക്കൗട്ട് സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോടൊപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. വെയിറ്റ് ഗെയിൻ സീരീസ് 1 ഡമ്പൽ ഷോൾഡർ വർക്കൗട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ മസിൽസിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഫ്രണ്ട്, സൈഡ്, റിയർ ഡെൽറ്റോയിഡ്സിനെയാണ്. ഈ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനുമുള്ള 3 വർക്കൗട്ട് വീഡിയോസാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാല് രണ്ടും ഹിപ്സ് വിത്തിൽ വൈഡാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോർ എൻഗേജ് ചെയ്തുകൊണ്ട് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്ത് എൽബോ സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്തുകൊണ്ട് ഷോൾഡർ ലെവൽ വരെ ലിഫ്റ്റ് ചെയ്യുക. പതുക്കെ ഡൗൺ ചെയ്യുക. കൈ ലിഫ്റ്റ് ചെയ്ത് 2 to 3 seconds അവിടെ ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം പതുക്കെ ബ്രിങ് ഇറ്റ് ഡൗൺ. എത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈ ഡൗൺ ചെയ്യുക. നൗ ട്രൈ ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. സ്ലോലി ഡൗൺ. സെക്കൻഡ് വർക്കൗട്ട് ഡംബൽ ലാറ്ററൽ റൈസസ്. ബ്രീത്ത് ഔട്ട് ചെയ്ത് സൈഡ് വൈസ് ലിഫ്റ്റ് ചെയ്യുക. പതുക്കെ ഡൗൺ ചെയ്യുക. both hands. കൈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ 2 to 3 seconds അവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ ഡൗൺ ചെയ്യുക. Now try it with both hands. Slowly down. തേർഡ് വർക്കൗട്ട് ഡംബൽ ഷോൾഡർ പ്രസ്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ ഫുള്ളായിട്ട് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ മസിൽ പതുക്കെ സ്ക്യൂസ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. എൽബോ 90 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. മിറർ നോക്കി നമ്മളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക. സ്ലോലി ഡൗൺ. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്യണമെന്നില്ല. സ്ട്രെച്ചിങ് കൂടാതെ 40 to 45 മിനിറ്റ്സ് വരെ വർക്കൗട്ട് ചെയ്താൽ മതി. പോസ്ചർ കറക്റ്റ് ചെയ്തുകൊണ്ട് റിപ്പീറ്റേഷൻ കുറച്ച് വെയിറ്റ് കൂട്ടി ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു മസിൽ ഗ്രൂപ്പ്സിൻ്റെ വർക്കൗട്ടുമായിട്ട് വീണ്ടും കാണാം.